ഇന്ദിരാമേ, എന്നെ മനസ്സിലായി ഇന്ദിരാമയ്ക്ക്? മനസ്സിലായി. നിധി ഉച്ചവരെ ലീവിലാണല്ലോ. ഷോ, കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ലീവ് എടുത്താ എന്ത് ചെയ്യും ഇന്ദിരാമേ? ഈ വയസ്സാം കാലത്ത് ഒറ്റയ്ക്ക് കിടന്ന് പാടുപെടണ്ടേ? നിധിക്ക് എന്തോ അത്യാവശ്യം ഉള്ളതുകൊണ്ട് ലീവ് എടുത്തതാ. അവളുടെ അത്യാവശ്യം എന്റെ ജീവിതം തകർക്കുന്നാണല്ലോ. അതിനുള്ള പണി കൊടുക്കാൻ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേ. ബുദ്ധിമുട്ടാണെന്ന് കരുതി ജോലി കളയാൻ പറ്റില്ലല്ലോ, ജീവിക്കണ്ടേ? ഓ പിന്നെ, ജീവിക്കാൻ ഇപ്പൊ എത്ര രൂപ വേണം? അതിന് ഇവിടെ വന്ന് കിടന്നിങ്ങനെ പെടാപ്പാട് പെടേണ്ട വല്ല കാര്യമുണ്ടോ ഇന്ദിരാമയ്ക്ക്? ജീവിച്ചാ മാത്രം പോരല്ലോ കൊച്ചെ. ലോണും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ ആകെപ്പാടെയുള്ള കിടപ്പാടം കൂടി ബാങ്കുകാർ കൊണ്ടുപോകും. അല്ല, ഈ ബാങ്ക് ലോൺ എന്നൊക്കെ പറയുമ്പോഴേ അത് അത്രയും അധികം തുക അടയ്ക്കാനുണ്ടോ? 2 ലക്ഷം രൂപ എടുത്തതാ. ഗഡുക്കളൊക്കെ തെറ്റി പലപ്പോഴായിട്ട് കുറേശ്ശൊക്കെ അടച്ചു. അതിൽ 1 ലക്ഷം ബാക്കിയുണ്ട്. ആ 1 ലക്ഷം രൂപ അടച്ച് ഒറ്റയടിക്ക് ബാധ്യത മുഴുവൻ തീർക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്ത് വഴി? വേറെന്ത് വഴി? ആ 1 ലക്ഷം രൂപ ഞാനിങ്ങ് തന്നാലോ? വെറുതെ തമാശ പറയല്ലേ. 1 ലക്ഷം രൂപയൊക്കെ കൊച്ചെന്തിനാ എനിക്ക് വെറുതെ തരുന്നേ? നടക്കാത്ത കാര്യം എന്തിനാ പറയുന്നത്? നടന്ന് കഴിഞ്ഞിരിക്കുന്നു. 1 ലക്ഷം രൂപയുണ്ട്, ഇതുകൊണ്ട് പിടിച്ചേ. എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം ഇതൊന്ന് പിടിക്ക്, പിന്നല്ലേ ബാക്കി കാര്യം. പിടിക്കുന്നിരാമേ, മടിക്കണ്ട, വാങ്ങിച്ചോ. പിടിക്കങ്ങോട്ട് വെച്ചോ. കൊച്ചെന്തിനാ എന്നെ സഹായിക്കുന്നേ? എന്തായാലും ഞാനിത് തിരിച്ചു തരണ്ടേ? ഇത് തിരിച്ചു തരണ്ട പോരെ? പകരം എനിക്കൊരു സഹായം ചെയ്തു തന്നാ മതി. എന്ത് സഹായം? ഇതെന്താ? വിഷം. വിഷമോ? എന്തിന്? ഈ വിഷം നിധി ഭക്ഷണം വാരിക്കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ ലഞ്ച് ബോക്സിൽ കലർത്തണം. എന്താ കൊച്ചി പറയുന്നത്? എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്?